എല്ലാവർക്കും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് വെക്റ്റർ അഡീഷൻ എങ്ങനെയാണ്, രണ്ട് വെക്റ്ററുകൾ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ ആഡ് ചെയ്യുന്നത്, രണ്ട് വെക്റ്ററുകൾ വ്യത്യസ്ത ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത്, അതായത് മൂന്നാമത്തത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ രണ്ട് വെക്റ്ററുകൾ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത്. അതിന് രണ്ട് നിയമങ്ങളുണ്ട്. അതിലൊന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷനും രണ്ട് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനും ആണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനകത്ത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: തന്നിരിക്കുന്ന രണ്ട് വെക്റ്ററുകൾ, ഇവിടെ പി അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് രണ്ട് ഗിവൺ വെക്റ്റേഴ്സ് ആണ്, തന്നിരിക്കുന്ന വെക്റ്റേഴ്സ് ആണ്. അതിനെ ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളായിട്ട് പരിഗണിച്ചാൽ അതിന്റെ ആ പാരലോഗ്രാമിന്റെ ഈ രണ്ട് വെക്റ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇന്റർസെക്ഷനിൽ നിന്ന്, ആ ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്റ്റർ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ആ റിസൾട്ടന്റ് വെക്റ്റർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ ഡയറക്ഷൻ തരും. എന്നാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളമാണ് തന്നിരിക്കുന്ന വെക്റ്ററുകളെയും അതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയെയും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി റിസൾട്ടന്റ് വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതിനൊരു ഇക്വേഷൻ ഈ പി ക്യൂ അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്ന ഈ മൂന്ന് ഫാക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ് ഈ സെക്ഷനകത്ത്. അതായത് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് വെക്റ്റർ അഡീഷൻ, പാരലോഗ്രാം ലോയാണ്. അനലിറ്റിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഒന്ന് ചെല്ലുകയാണ്. എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് ഇത്രയാണ്. നമ്മൾ ഇത്രയും ഭാഗം, അതായത് പാരലോഗ്രാം നിങ്ങൾക്കറിയാം, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും, അതുപോലെ തന്നെ ഈക്വലും ആയിരിക്കും. അതായത് ഈ സൈഡ് പി ഒ എ ബി സി എന്ന് പറയുന്ന ഈ പാരലോഗ്രാമിന്റെ ഒരു സൈഡായിട്ട് നമ്മൾ തന്നിരിക്കുന്ന വെക്ടർ പി എ പരിഗണിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ എ ബി എന്ന് പറയുന്ന സൈഡും എന്ത് തന്നെയായിരിക്കും? വെക്ടർ പി തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഒ എ എന്ന് പറയുന്ന ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും എന്ത് തന്നെ ആയിരിക്കും? അത് ക്യൂ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഭാഗം മറന്നാൽ നമുക്കൊരു ട്രയാങ്കിൾ പോലെ നമുക്കിത് തോന്നുന്നുണ്ട്, ഒരു ട്രയാങ്കിൾ. എന്നാൽ ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഇത് വരും. പക്ഷേ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ, പക്ഷെ ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. അതിന് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രൂഫ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കൺസ്ട്രക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് പോലെയാണ് എന്ത് കിടക്കുന്നത്? നമുക്ക് റിസൾട്ടന്റ് വെക്റ്റർ കിടക്കുന്നത്. അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റിയാൽ ആ റിസൾട്ടന്റ് വെക്റ്ററിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പൈതഗോറസ് തിയറം വെച്ചിട്ട്. അതായത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയും. ആ തിയറം വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് എക്സ്ട്രാ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതായത് ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒ സി എന്ന് പറയുന്ന സൈഡിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, പാരലോഗ്രാം ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? തീറ്റയായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കിട്ടി. അതിൽ ഒരെണ്ണം ഒരു വലിയ റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒ ബി ഡി എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ. ഒ ബി ഡി എന്ന് പറയുന്ന വലിയ റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ ഒ ഡി എന്ന് പറയുന്ന സൈഡ് ഒ സി പ്ലസ് സി ഡി ആണ്. അതേപോലെ ഇവിടെ ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിൾ സി ബി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളിനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും നമ്മൾ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ആദ്യം നമ്മൾ ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിനെ എടുക്കുന്നു. ആ വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ത്? നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടന്റ് വെക്ടറിന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് റിസൾട്ടന്റ് കാണും. അടുത്തത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെറിയ റൈറ്റ് ട്രയാങ്കിളിനെ എടുക്കുന്നു. ആ ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും നമ്മൾ എങ്ങനെയാണ്, എല്ലാ സൈഡുകളും എന്താണ്, അതിനൊരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏതൊക്കെ സൈഡുകളാണ്? സി ഡി അതുപോലെ തന്നെ സി ബി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ്.
അത് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ചിട്ട് ചെയ്യാം. ഇത് ബി ഡി എന്ന് പറയുന്ന സൈഡ് ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏതൊരു റൈറ്റ് ട്രയാങ്കിളിനകത്തും സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ. അതേപോലെ തന്നെ ഈ സി ഡി എന്ന് പറയുന്ന സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ ഏതൊരു റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് അത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ വലിയ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു. ആ വലിയ റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് അതിന്റെ ഹൈപ്പോട്ടന്യൂസ്, അതിന്റെ പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു. ആ ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, അതായത് സി ഡി, ബി ഡി, സി ഡി, ഈ 3 സൈഡുകൾ നമ്മൾ എടുക്കുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ ഒ ബി ഡി എന്ന് പറയുന്ന ആ വലിയ റൈറ്റ് ട്രയാങ്കിളിനകത്ത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഒ ബി സ്ക്വയർ ഇസ്ക്വൽ ടു ബേസ്, ആ വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് കൂടിയാണ്. അപ്പോൾ ഒ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്നാൽ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒ ഡി എന്ന് പറയുന്ന ലെങ്ത് ഒ സി പ്ലസ് സി ഡി ആണ്. അപ്പൊ അതുകൊണ്ട് ഒ സി പ്ലസ് സി ഡി ദ ഹോൾ സ്ക്വയർ നമുക്ക് മാറ്റി എഴുതാം. ഒ ഡി ഇസ് ഇക്വൽ ടു ഒ സി പ്ലസ് സി ഡി ആയതുകൊണ്ട് ഒ സി പ്ലസ് സി ഡി ദ ഹോൾ സ്ക്വയർ എഴുതാം. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ കിടക്കാണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ അതിന്റെ എക്സ്പാൻഷൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എക്ക് പകരം ഒ സിയും ബിക്ക് പകരം സി ഡിയും വരുന്നത് കൊണ്ട് എ സ്ക്വയർ ഒ സി സ്ക്വയർ പ്ലസ് 2ab 2oc ഇൻറ്റു സി ഡി പ്ലസ് ബി സ്ക്വയർ പകരം സി ഡി സ്ക്വയർ പ്ലസ് പിന്നെ ബാക്കി കിടക്കുന്ന ബി ഡി സ്ക്വയർ അതുപോലെ തന്നെ എഴുതി. ഇതിനെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് നോട്ട് ചെയ്യും. അടുത്തത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ചെറിയ ട്രയാങ്കിളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ വലിയ ട്രയാങ്കിളിനകത്ത്, വലിയ റൈറ്റ് ട്രയാങ്കിളിനകത്ത് നിങ്ങൾ ഹൈപ്പോട്ടന്യൂസ് മാത്രം നോക്കിയാൽ മതിയാവും. ചെറിയ റൈറ്റ് ട്രയാങ്കിളിനകത്ത് നമ്മൾ സി ബി ഡി എന്ന് പറയുന്ന ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് സി ബി സ്ക്വയർ, സി ബി ആണ് ഹൈപ്പോട്ടന്യൂസ്. ഈ സി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബി ഡി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സി ബി ആണ്. അപ്പൊ സി ബി സൈൻ തീറ്റ, സി ഡി എന്ന് പറയുന്നത് സി ഡി കോസ് തീറ്റ. അങ്ങനെ ഈ ഇക്വേഷൻസിനെ നമ്മൾ 2, 3, 4 എന്ന് മാർക്ക് ചെയ്യും. നമ്മൾ അടുത്തത് ചെയ്യുന്നത്, നമ്മുടെ വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. ചെറിയ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ്, അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അതായത് ഓപ്പോസിറ്റ് സൈഡ്, അതിന്റെ ബേസ്, അഡ്ജസന്റ് സൈഡ്, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ 4 ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടെ സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഇപ്പോൾ ഉണ്ട്. സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ വന്നപ്പോൾ സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? സി ഡി സ്ക്വയർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷന് പകരം, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ 2 ടേമുകൾക്ക് പകരം ഒറ്റ ടേമായ സി ബി സ്ക്വയർ എന്ന് നമുക്ക് ഇടാം. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ബി എന്ന് പറയുന്നതിന് ഒരു ചെറിയ നമ്മുടെ തന്നിരിക്കുന്ന ഒരു വെക്ടർ ആക്കിയാണ് നമ്മൾ സി ബി. കണ്ടോ, സി ഡി അതുപോലെ തന്നെ എന്താണ് സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ അല്ലെങ്കിൽ ഡി ബി സ്ക്വയർ എന്ന് പറയുന്നത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, സി ബി എന്ന് പറയുന്നത് ക്യൂ ആയതുകൊണ്ട് സി ഡി സ്ക്വയർ പ്ലസ് ഡി ബി സ്ക്വയർ എന്ന് പകരം നമ്മൾ സി ബി സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 in 1. രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് പകരം സി ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഇക്വേഷന് മാറ്റമില്ല, അത് നമ്മൾ അതുപോലെ പ്ലേസ് ചെയ്യുന്നു. ഒ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ പ്ലസ് 2oc ഇൻറ്റു സി ഡി പ്ലസ് സി ബി സ്ക്വയർ. ഈ 2 ടേമിന് പകരം സി ബി സ്ക്വയർ. എന്നാൽ ഇപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒരു സെറ്റ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പകരം നിൽക്കാൻ ആൾക്കാർ നമ്മുടെ ഫിഗറിനകത്തുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒ ബി എന്ന് പറയുന്നത് വെക്ടർ ആർ ആണ്. ഒ ബി വെക്ടർ ആർ ആണ്. ഒ സി എന്ന് പറയുന്നത് പി ആണ്, വെക്ടർ പി. ഒ മുതൽ സി വരെ അത് വെക്ടർ പി ആണ്.
അടുത്ത സി ബി എന്ന് പറയുന്നത് ക്യൂ ആണ്. സി ബി എന്ന് പറയുന്നത് ക്യൂ ആണ്. അതേപോലെ തന്നെ സി ഡി, നമുക്കിവിടെ സി ഡി എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. സി ഡി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷൻ അനുസരിച്ച് സി ബി കോസ്റ്റീറ്റയാണ്. അപ്പൊ സി ബി കോസ്റ്റീറ്റ എന്ന് പറയുന്നത് അത് നാലാമത്തെ ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് സി ബി കോസ്റ്റീറ്റ എന്നിട്ടാൽ സി ബി എന്ന് പറയുന്നത് ക്യൂ ആണ്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യൂ കോസ്റ്റീറ്റ. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് എഴുതാം. ഈ അഞ്ചാമത്തെ ഇക്വേഷൻ അത് ഇതിന്റെ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒ ബി സ്ക്വയർ അതിന് പകരം ആർ സ്ക്വയർ എന്ന് എഴുതാം, ഒ സി സ്ക്വയറിന് പകരം പി സ്ക്വയർ എന്ന് എഴുതാം, 2OC ഇൻറ്റു സി ഡി, അതായത് 2OC എന്ന് പറഞ്ഞാൽ പി ക്യൂ ഇൻറ്റു പി ഇൻറ്റു സി ഡി എന്ന് പറഞ്ഞാൽ ക്യൂ കോസ്റ്റീറ്റയാണ് പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. പക്ഷേ ഇത് സ്ക്വയർ ആണ്. നമ്മുടെ ഇക്വേഷൻ റൂട്ടിലേക്ക് നമുക്ക് മാറ്റാം. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2PQ കോസ്റ്റീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. നമുക്ക് കിട്ടിയത് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2PQ കോസ്റ്റീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എങ്ങനെ ആയിരിക്കും? റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് നമ്മൾ പറയാനുള്ള എളുപ്പത്തിന് പി സ്ക്വയർ പ്ലസ് 2PQ കോസ്റ്റീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയാം. നമ്മൾ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് പറയാൻ പറ്റും പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ്റ്റീറ്റ. ഇതാണെന്ന് തോന്നുന്നത് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന നമുക്ക് റിസൾട്ടന്റ് വെക്ടറിനെ എന്ത് ചെയ്തിരിക്കുന്നു? തന്നിരിക്കുന്ന രണ്ട് വെക്ടറുകളും അതിന്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിളിന്റെയും ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അത് മാറ്റി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട? റിസൾട്ടന്റ് വെക്ടറിനെ കാണാനായിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ട. തന്നിരിക്കുന്ന ഡാറ്റാസ് മാത്രം നമുക്ക് മതിയാകും റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. എന്നാൽ നമുക്കറിയാം റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട്. ഒരു വെക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ റിസൾട്ടന്റ് വെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം മാഗ്നിറ്റ്യൂഡ് വേണം, അതിനോടൊപ്പം തന്നെ ഡയറക്ഷൻ വേണം. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്.